وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതായ 4 പ്രമുഖരിൽ പ്രമുഖനായ വ്യക്തിയല്ലയോ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കടന്നുകൊണ്ട് സംസാരിച്ചത് പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്കിതാ പരിശുദ്ധമായ ഗ്രന്ഥം നൽകപ്പെട്ടു. തീർന്നില്ല. വജഅലനി നബിയാ, എന്നെ അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ്. വജഅലനി മുബാറകാ, എന്നെ അല്ലാഹു ബറക്കത്തുള്ളവനാക്കിയെന്ന് സയ്യിദുനാ ഈസാ നബി പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. എന്നെ പരിപൂർണമായ അനുഗ്രഹപൂർണനായ മനുഷ്യനാക്കി അല്ലാഹു മാറ്റിയിരിക്കുകയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും എന്ത് തൊട്ടാലും അതെല്ലാം ബറക്കത്താണ് എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിക്ക് ബറക്കത്തുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നബിയുടെ കാര്യം പറയണ്ടല്ലോ. ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയെ തന്നെ അല്ലാഹു പറയുന്നു വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത് മാ ദുംതു ഹയ്യാ. എന്ത് തൊട്ടാലും ബറക്കത്ത്, എവിടെ പോയാലും ബറക്കത്ത്. ചെറിയ ആളല്ല സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം നിസാരനല്ല, ബറക്കത്തുള്ള വ്യക്തിയാണ്. മുസ്തജാബു ദഅവയാണ്, പ്രാർത്ഥനയ്ക്ക് പരിപൂർണമായി ഉത്തരം ലഭിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് നാട്ടിലുള്ളതാകുന്ന ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, സയ്യിദുനാ ഈസാ നബിയെ, ഞങ്ങൾക്കിടയിൽ കുഷ്ഠരോഗം വല്ലാതെ വ്യാപിക്കുകയാണ്. കൊറോണ വ്യാപിച്ചതുപോലെ ഒമിക്രോൺ വ്യാപിച്ച് ബുദ്ധിമുട്ടാക്കിയതുപോലെ ഞങ്ങൾക്കിടയിൽ വല്ലാതെ ഈ വൈറസ് വ്യാപിക്കുകയാണ്. കുഷ്ഠരോഗം വല്ലാതെ വ്യാപിക്കുക. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എത്ര പേർക്കുണ്ട്? 70,000-ഓളം ആളുകൾക്കുണ്ട്. 70,000-ഓളം ആളുകൾ. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഇന്ന ഗ്രൗണ്ടിൽ വന്ന് നിലകൊള്ളാൻ പറഞ്ഞു. എല്ലാവരും വരാൻ. 70,000 ആളുകൾ മൊത്തം കുഷ്ഠരോഗികളാണ്. എല്ലാവരും തമ്പടിച്ചു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ നാട്ടുകാരാകുന്ന ഇസ്രായേലി ജനതയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം 2 കൈകളും ഉയർത്തിയിട്ട് 70,000 ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട അല്ലാഹ്, ഇവർക്ക് നീ രോഗം കൊടുക്കരുത് റബ്ബേ, നീ ശിഫപ്പെടുത്തണേ അല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം 3 പ്രാവശ്യം ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000 ആളുകളുടെ ശരീരത്തിൽ നിന്ന് കുഷ്ഠരോഗം പരിപൂർണമായി ശമനമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ മുഅ്ജിസത്താണ് സയ്യിദുനാ ഈസാ. ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്
ഹയ്യു ഖയ്യൂം എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസിയുടേതാകുന്ന വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ ചരിത്രമാണ്. ഇതൊരു നിസ്സാരമായ ചരിത്രമായി തള്ളരുതേ. ഈസാ നബി അലൈഹിസ്സലാം ഒരു സാധാരണ മനുഷ്യനല്ല. വജഅലനി മുബാറക, ബറക്കത്തുള്ള വ്യക്തിയാണ്. വഉബ്രിഉൽ അക്മഹ വൽ അബറസ ബിഇذനില്ലാഹ്. കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ടുള്ള ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗം പിടിപെട്ടവരെ ബഹുമാനപ്പെട്ടവർ ഒന്ന് തടവിയാൽ തന്നെ ശിഫയാണ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. തീർന്നില്ല. വഉഹിൽ മൗതാ ബിഇذനില്ലാഹ്. അല്ലാഹു കൊടുത്ത കഴിവിലൂടെ, അവന്റെ വേണ്ടുകയിലൂടെ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുത്തതാകുന്ന കഴിവുകളാണ്. അത് തന്നെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും. നമ്മൾ ബഹുമാനപ്പെട്ടതാകുന്ന മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോഴും ഖവാജ തങ്ങളെ വിളിക്കുമ്പോഴും ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദന്മാരെ, ഉലമാക്കളെ, സമുന്നതരാകുന്ന മശായിഖന്മാരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവരോട് ഇസ്തിഗാസ നടത്തുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉള്ളതാകുന്ന ആത്മീയമാകുന്ന പ്രഭ അവർക്ക് സ്വമേധയായുള്ള കഴിവ് കൊണ്ടല്ല സഹായിക്കുന്നത്. അല്ലാഹു കൊടുത്ത കഴിവിലൂടെയാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. ആ ഒരു കഴിവാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അത് തന്നെയാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളത്. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. ആ കഴിവിലൂടെ മരണപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവർ ജീവിപ്പിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്ന വാക്യം ഖുർആൻ എടുത്ത് പറയുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കാൻ ശേഷിയുള്ളവരായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു കൊടുത്ത കഴിവാണ്. മരിച്ച ആളുകളെ എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവർ എഴുന്നേക്കും. എന്താ കാര്യം? ബറക്കത്താണ്. ബറക്കത്ത് മുറ്റിയ ആളാണ്. വജഅലനി മുബാറക്കൻ, ബറക്കത്ത് കൊടുത്തു. ആണ് ഈ ബറക്കത്ത് കിട്ടാനാണ് നമ്മൾ ഓടി നടക്കുന്നത്. അതിനാണ് എന്ത് ചോദിക്കാൻ പറഞ്ഞത്? റജബിലെ ശഅബാനിൽ എന്ത് ചോദിക്കാൻ പറഞ്ഞത്? ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. നമ്മൾ അവിടെ ചോദിക്കും കാരം കഴിയുമ്പോഴത്തേക്കും അലുവ കഴിച്ചുകൊണ്ടിരിക്കുക. ആമീൻ പിടിക്കുന്നു പോലുമില്ല. ഉസ്താദ് ഇവിടെ ദ്വാരക്കുന്നു, ഇവൻ വേറെ എവിടെ പോയേക്കും. അവൻ ചാടി ഇറങ്ങി ഓടി. പള്ളി വന്നിട്ട് ആമീൻ പിടിക്കാം. പള്ളി തന്നെ വരുന്നില്ല. ഹാജിയാരി 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പള്ളിക്കകത്തില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ത് ഫായിദ? ദുആ ചെയ്യുന്നില്ലല്ലോ സമൂഹം. ഈ പ്രാർത്ഥന പരിശുദ്ധമായ റജബിന്റെ ഇത്രയും ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ചാർമാടിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് എത്ര പ്രാവശ്യം സ്വമേധയാ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഈ സദസ്സിലിരിക്കുന്നവർക്ക് പറയാൻ സാധിക്കും, ഉസ്താദേ ഞാനൊരു 100 വട്ടം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ഈ ദുആ ഞാൻ ഈ റജബിൽ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? കൈയുയർത്തണ്ട, ഹൃദയത്തോട് സ്വന്തം ചോദിച്ചാൽ മതി. സ്വന്തമായിട്ട് കേട്ടോ. പള്ളിയിലെ ഉസ്താദ് ആമീൻ പറഞ്ഞവന്റെ കാര്യമല്ല ഈ പറയുന്നത്. സ്വന്തമായിട്ട് ഈ ദുആ റജബ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ നാഥാ എന്ന പടച്ചറപ്പിനോട് കണ്ണീരൊരുക്കിക്കൊണ്ട് ഇഖ്ലാസിന്റേതാകുന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചവർ എത്ര പേരുണ്ട്? ഒറ്റ പ്രാവശ്യം ഇല്ല എന്നുള്ളത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി തുടങ്ങണം, നാളെ മുതൽ തുടങ്ങാൻ ഇതുവരെ പറ്റി. ഇതുവരെ ഊവാണ്ടമാവ പാട്ടും പാടിയിരിക്കുകയായിരുന്നു. അത് കേട്ടോണ്ടിരിക്കുക. ആണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നുണ്ട്. കേട്ടോണ്ടിരുന്ന ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ബറക്കത്ത് നിസ്സാരമല്ല. ഇത് ചോദിച്ചു വാങ്ങിയാല് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ബറക്കത്ത് മുറ്റിയതാണ്. ഇത് ചോദിക്കണം, നിസ്സാരമല്ല ബറക്കത്ത്. അതിനായി പറഞ്ഞു ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ ബറക്കത്തുള്ളതാണ്. ഖുർആൻ പറയുന്നു. ഒക്കെ ഖുർആനായത്ത്, വേറെ ഒന്നും പറയുന്നില്ലല്ലോ ഇവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനസൽനാ മിനസ് സമാഇ മാഅൻ
فأنبتنا فيه جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ആകാശത്തിലൂടെ നിങ്ങൾക്ക് നാം ഇറക്കി തരുന്ന മഴ അത് ബറക്കത്തുള്ളതാണ് കേട്ടോ, അത് ബറക്കത്തുള്ള വെള്ളമാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅം മുബാറകാ. അതുകൊണ്ടാണല്ലോ ശാസ്ത്രം പറയുന്നത് ഇത് നിങ്ങളുടെ സാധാരണ കിണറ്റിന്ന് വരുന്ന വെള്ളം പോലെയല്ല, ഇതിന്റെ കണികകൾക്ക് ഭയങ്കര അത്ഭുത സിദ്ധിയുണ്ട്, ചില ഗുണഗണങ്ങളുണ്ട്. പഴയ വീട്ടിലെ ഉമ്മമാരൊക്കെ ഇച്ചിരി വെള്ളം പിടിച്ചു വെച്ചിട്ട് കുളിക്കും എല്ലാം ചെയ്യും. നല്ല ചൂടുള്ള സമയത്ത് പുതുമഴ വരികയാണ്, എന്ത് ചെയ്യണം? മേല് കാണിച്ചു കൊടുക്കണമെന്നാ ചിലര് പറയുന്ന അന്ധവിശ്വാസമുണ്ട്. അയ്യോ പുതുമഴ കൊള്ളരുതെന്ന് പറയും, പാടില്ല. അത് പുതുമഴ കൊള്ളണമെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ബർക്കത്തുള്ള വെള്ളമാണ്. ഇനി തീമഴ വരുന്നുണ്ട്, കല്ലുമഴ വരുന്നുണ്ട് അവസാന കാലഘട്ടം, അത് കൊള്ളാൻ നിൽക്കണം. അപ്പൊ വേഗം ഈ ഉള്ള മഴ കിട്ടുന്നത് അല്ലാഹു ബർക്കത്തുള്ള മഴ നമുക്ക് വർഷിച്ചു തരട്ടെ. ഖുർആൻ പറഞ്ഞതാണ്. ബറക്കത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ ഹദീസുകൾ ഇഷ്ടം പോലെ. ഒലിവ് മരം ബറക്കത്തുള്ള മരമാണ്. വത്തീനി വസ്സൈതൂൻ, സൈതൂൻ ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൻ നൂർ മറിച്ചു നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന, പരിശുദ്ധമാക്കപ്പെട്ട സൈതൂൻ മരം, ഒലിവിൻ കായ മരം, അത് ബറക്കത്തുള്ള മരമാണ്. അതുകൊണ്ടാണ് ഒലിവിൻ കായ നല്ലതാ കഴിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ബറക്കത്തിനെ പറ്റി ഖുർആൻ അങ്ങനെ ധാരാളം ആയത്തുകൾ, നിരവധി ആയത്തുകൾ ഖുർആൻ പറഞ്ഞു. നിസാരമല്ല, ഇതിനൊന്നും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബറക്കത്തായ കല്ലുമായതുകൊണ്ടാണ്.
എന്താ അത് ബറക്കത്തുടേതായത്? ഇസ്മായിൽ നബി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം അതിലുണ്ട്. പാദം കാല് പതിഞ്ഞിട്ടുണ്ട്. 2 കാലുകൾ അതിലേക്ക് എടുത്തു വെച്ച് ആ കല്ലിൽ നിന്നിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മറ്റു കല്ലുകൾ എടുത്ത് കയ്യിൽ കൊടുക്കും. വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലിഫ്റ്റായി ഈ കല്ല് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെയൊക്കെ ഈ കല്ല് ഇങ്ങനെ കൊണ്ടുപോവാൻ. അടുത്ത പടവിൽ എവിടേക്ക് ഇവിടെ വെക്കണോ അങ്ങോട്ടേക്ക് ഇതിങ്ങനെ ലിഫ്റ്റായിട്ട് വർദ്ധിക്കുക. ആരുടെ പാദങ്കാല് പതിഞ്ഞിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം നബി? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമുന്നതനായ പ്രവാചകനല്ലേ. ആ ഇബ്രാഹിം നബിയുടെ ചര്യ നിങ്ങൾ പരിപൂർണമായി പിൻപറ്റണേ. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് വിട്ടുകൊണ്ട് ചിന്തിക്കുന്നവൻ എത്ര വലിയ പമ്പര വിഡ്ഢിയാണ് ഖുർആൻ പറയും. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അണുവിട വ്യതിചലിക്കാതെ പടച്ചറബിന് ഇബാദത്തെടുത്ത തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹോന്നതനായ വ്യക്തിത്വമാണ്. വൈദ്ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഈ കല്ല് തവാഫ് ചെയ്തിട്ട് നീ കടന്നു വന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണേ എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. മനസ്സിലാക്കണം, ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹ് ബഹുമാനിച്ചിട്ടുള്ള സർവ്വ വസ്തുക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അല്ലാഹ് നിന്ദിച്ചിട്ടുള്ള സർവ്വതിനെയും പരിപൂർണമായി നിന്ദിക്കുക, ഒഴിവാക്കുക. അതാണ് ദീൻ. അല്ലാഹ് ബഹുമാനിച്ചു ഈ കല്ലിനെ. കേവലം ഒരു കല്ലാണ്, പക്ഷേ ഈ കല്ലിനെ ബഹുമാനിക്കാൻ കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പിന്നിൽ പോയി നിങ്ങൾ നിസ്കരിക്കുക, മുന്നിലല്ല. നിങ്ങൾ പുറകോട്ട് പോ. എന്തിനാണ് അങ്ങനെ ഒരു കല്ലിന്റെ പിന്നിൽ പോയി നിസ്കരിക്കേണ്ട അവസ്ഥ? കല്ലിനെ ആരാധിക്കല്ല, മറിച്ച് എന്താ? അതിന്റെ പിന്നിൽ പോ. ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കേണ്ടത് അതേപോലെ വകവെച്ചു കൊടുക്കുക. ഇതൊരു നിസ്സാരക്കാരനായ ആളെ കല്ലല്ല, ഇത് ബറക്കത്ത് മുറ്റിയതാകുന്ന ആളുടെ കാല് പതിഞ്ഞതാകുന്ന കല്ലാണ്. അതുകൊണ്ട് ആ കല്ലെന്തായി? ബറക്കത്തായി. അതിനല്ലേ പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തന്റെ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട തവാഫ് ചെയ്ത് കഅബ തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദ് വന്നുകൊണ്ട് ചുംബിച്ചിട്ട് ഹജറുൽ അസ്വദിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തളുറു വലാ തൻഫഉ. നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. നീ കേവലം ഒരു കല്ലാണ്. ലാ തളുറു വലാ തൻഫഉ. ഒരു പ്രയോജനവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിച്ചത്? വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. കാരുണ്യത്തിന്റെ പ്രവാചകരാകുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഉമർ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ മുത്ത് ഹബീബ് നിന്നെ ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു സാധാരണ കല്ലല്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ സ്വർഗത്തിൽ നിറക്കപ്പെട്ടതാകുന്ന കല്ല. ആദം സന്തതികൾ പാപമംഗലമാകുന്ന കരങ്ങൾ വന്നുകൊണ്ട് പതിച്ച് നിന്നെ വന്നുകൊണ്ട് ചുംബിക്കുകയും തൊടുകയും ചെയ്തപ്പോൾ നീ കറുത്ത കല്ലായി മാറി, ഹജറുൽ അസ്വദായി മാറി. നിന്നെ പരിശുദ്ധ പ്രവാചകർ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു സാധാരണ കല്ലല്ല. അതുകൊണ്ട് തന്നെ നീ മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിനക്കൊരു മഹത്വമുണ്ട്, നീ ഒരു ബറക്കത്തുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. കല്ലിൽ ചുംബിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യണം? തൊട്ടുമുത്തണം. തൊട്ടുമുത്താൻ പറ്റിയില്ലെങ്കിലോ ഇശാറത്താക്കണം. അങ്ങനെയല്ലേ? ഇശാറത്താക്കണം. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേരെ ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് ആ കൈ മുത്തുക. അത്ര പോലും മഹത്വം. അങ്ങനെയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്.
അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അമ്പിയാക്കളെ തൊട്ടതാകുന്ന സ്വഹാബത്തിന്റെ കൈ പിൽക്കാലത്ത് വന്ന താബീങ്ങൾ ആ കൈ മുത്തുമായിരുന്നു. സ്വഹാബത്തിനെ തൊട്ട കൈയാണ് ഇതെന്ന് മനസ്സിലാക്കി. കാരണം സ്വഹാബത്ത് ആരെ തൊട്ടിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചിട്ടുണ്ട്. താബീങ്ങളുടെ കൈ ശേഷമുള്ള ഇമ്മത്തുകൾ ചുംബിക്കുമായിരുന്നു. അതിനുശേഷം വന്ന ഇമ്മത്തുകൾ അവരുടെ കൈകൾ ചുംബിക്കുമായിരുന്നു. അതിനുശേഷം വന്ന മഹാന്മാർ ഔലിയാക്കൾ അവരുടെ കൈകൾ ചുംബിക്കുമായിരുന്നു. കാരണം എന്താ? ഇതിങ്ങനെ കണക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ എന്ത് പറ്റരുത്, തെറ്റുകൾ പതിയരുത് എന്ന് പറയാൻ കാരണം നമ്മുടെ കൈ സുരക്ഷിതമായിരിക്കണം. എത്രത്തോളം അവർ സൂക്ഷിച്ചിരുന്നു. മഹാന്മാരുടെ കൈ പിടിച്ച കൈ കൊണ്ട് പിന്നെ ജനനേന്ദ്രിയത്തിലേക്ക് പോലും കൊണ്ടുപോല, അത്ര സൂക്ഷ്മത വെച്ചിരുന്നു. ആ കൈ കൊണ്ട് തന്റെ ലൈംഗിക അവയവത്തിൽ പോലും തൊടാൻ പോകും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ മനസ്സിലായിക്കോ. ഒക്കെയാണ് മുൻഗാമികളാകുന്ന മഹാന്മാർ. പരിശുദ്ധമായ കഅബയോട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഏത്? ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം. എന്താണ് കഅബ? കഅബ ബറക്കത്തുള്ളതല്ലേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്ന അവ്വല ബൈതി വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് ഹിദായത്തിന് വേണ്ടി, സന്മാർഗത്തിന് വേണ്ടി അല്ലാഹു ഭൂമിയിൽ പടച്ചിട്ടുള്ളതാകുന്ന ആദ്യമായ ഗേഹം അത് പരിശുദ്ധമായ മക്കയിലെ കഅബയാണ്. കഅബയാണ് ബിബക്കത മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട ഗേഹമാണ്. ഗേഹമാണ് കാരണം അത് മലക്കുകളാണ് ആദ്യമായി അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടത്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം ധാരാളം മഹാന്മാര് അതിൽ കൈ സ്പർശനം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ബറക്കത്തുള്ള ഗേഹമാണ് കഅബ മുബാറക. പരിശുദ്ധമായ കഅബ ബറക്കത്തുടേതായ ഗേഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഏതൊക്കെ വസ്തുക്കളാണ് ബറക്കത്തുള്ളതെന്ന് പഠിച്ച് എത്ര നാമങ്ങൾ. അല്ലാഹു ബറക്കത്തുള്ളതാണ്. അവന്റെ നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ളതാണ്. കഅബ ബറക്കത്തുള്ളതാണ്. ഹജറുൽ അസ്വദ് ബറക്കത്തുള്ളതാണ്. അമ്പിയാക്കൾ ബറക്കത്തുള്ളതാണ്. അവരുടെ ശരീരം മുഴുവനും ബറക്കത്തുള്ളതാണ്. സൈത്തൂൻ ബറക്കത്തുള്ളതാകുന്ന വൃക്ഷമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര പഠിച്ചു. ഇനി ഉസ്താദെ, നമുക്ക് ഈ ബറക്കത്ത് നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ബറക്കത്ത് ചോദിക്കുക തന്നെ വേണം. ഒന്ന്, അതിനാണ് ഈ ദുആ. ഏത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എത്ര ദ്വാരക്കണം, എത്ര ദ്വാ ചെയ്യാൻ പറ്റുമോ അത്ര ദ്വാരക്കാം. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമൊന്നുമല്ല, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പിന്നിൽ നമ്മൾ ഒരു സദഖ കൊടുത്തു, ഉടനെ തന്നെ ദ്വാ ചെയ്യുന്നു. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇനിയുള്ള ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തി സഹോദര വിട്ടുപോരും. അത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ ഈ ബറക്കത്തിന് വേണ്ടി ഓടുന്നത് അല്ലേ? ഒരു ഉസ്താദിന്റെ അടുത്ത് ഉസ്താദ് ഒരു ചീരണി കൊണ്ട് തരും, ബറക്കത്തുള്ള എന്നതുപോലെ അതിൽ ആ ബറക്കത്ത് നമ്മൾ ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ കിട്ടിയ അവസരമാണ് ഇത്. ചോദിച്ച് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആരാ ദുആ ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ ബറക്കത്ത് ഈ മാസത്തിൽ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം. വേറെ ആരും ചോദിച്ചതല്ല. ഇന്ന ആള് ചോദിച്ചെന്നോ ഇന്ന മഹാൻ ചോദിച്ചെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ആര് ചോദിച്ചു എന്നാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാ. പിന്നെന്താ നമുക്ക് ചോദിക്കാൻ മടി? നമ്മൾ നല്ലതുപോലെ ചോദിക്കണം. ശരിക്ക് ചോദിക്കണം. രണ്ടാമത് ബറക്കത്ത് കിട്ടാൻ ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് കർമ്മം. എങ്ങനെയാ കർമ്മം? നല്ലതുപോലെ ഖുർആൻ ഓതുക. ശരിക്ക് ഖുർആൻ ഓതുക. കാരണം ഖുർആൻ എന്താണ്? ബറക്കത്തുള്ള പവനമാണ്. ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥം. അതാര് പറഞ്ഞു? അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك فاتبعوه
വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഇത് വിശ്വാസികളെ നിങ്ങൾക്കുള്ള കാറ്റലോഗാണ്, വഴികാട്ടിയാണ്. മുബാറക്കുൻ, അനുഗ്രഹപൂർണമായ ഗ്രന്ഥമാണ്, ഇത് ബറക്കത്ത് മുത്തിയതായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഫത്തബിഊ, ആ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണേ, അനുധാവനം ചെയ്യണേ. ആ ഖുർആനിൽ പറഞ്ഞ ശാസനകൾ പരിപൂർണമായി കേൾക്കണേ, അംഗീകരിക്കണേ. ഖുർആനിൽ പറഞ്ഞതാകുന്ന നിരോധനങ്ങളിലേക്ക് നിങ്ങൾ പോകരുതേ, പോകരുതേ. കള്ളു കുടിക്കരുതേ, വ്യഭിചരിക്കരുതേ, സിനിമ കാണരുതേ, സീരിയൽ ദർശിക്കരുതേ, അന്യപെണ്ണമായിട്ടുള്ള ചങ്ങാത്തമരുതേ, മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ കണ്ണും കാതും നീ കൊണ്ടുപോകരുതേ. ആ ഖുർആനിന്റെ കൽപ്പനകൾ പരിപൂർണമായി ശിരസാ വഹിച്ചുകൊണ്ട് നിലകൊള്ളണേ. ഫത്തബിഊ, ആ ഖുർആനിന്റെ കൽപ്പനകൾ പരിപൂർണമായി നീ പിൻപറ്റണേ. എന്ത് കാരണമാണ്? കാരണം ഇത് ബറക്കത്തുള്ളതായ ഗ്രന്ഥമാണ്, ഗ്രന്ഥമാ. എങ്കിലേ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് കരുണ ചൊരിയുമേ, ചൊരിയുമേ. ഖുർആനിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കൽ ലോകത്തുള്ളതാകുന്ന സർവ്വവിശ്വാസികൾക്കും നിർബന്ധമാണ്, നിർബന്ധമാണ്. ആ ഖുർആനിന്റെ വഴികളിലൂടെയല്ലയോ കർണാടകയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ നടക്കുന്നത്? കണ്ടില്ലേ നിങ്ങൾ? എത്രയെത്ര സഹോദരിമാരാണ് അൽഹംദുലില്ലാഹ് മുഖമക്കന ധരിച്ചുകൊണ്ട്, തലയിലെ തട്ടമാകുന്ന ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ ഇതാ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി പോകുന്നു. അൽഹംദുലില്ലാഹ്, സാലിഹത്തുകളുടെ അടയാളമാണ്, സാലിഹത്തുകളുടെ അടയാളമാണ്. പരിശുദ്ധമായ ഖുർആനിന്റേതാകുന്ന കൽപ്പനയാണ്. അത് ശിരസാ വഹിച്ചുകൊണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചതാകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായ കാര്യമാണ്. അത് സ്വഹാബത്ത് അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരിലൂടെ, മക്കളിലൂടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യമാണ്. ശേഷത്തിലൂടെ കാണിച്ചു തന്ന കാര്യമാണ്. അതിനുശേഷം വന്നതാകുന്ന അയിമ്മത്തുകൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പെൺമക്കൾ, അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതായ തത്വമാണ്. എത്ര മനോഹരമായ ജീവിതമാണ്, എത്ര മനോഹരമായ സംശുദ്ധമായ ജീവിതമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ വനിസാഇൽ മുഅ്മിനീൻ يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين فلا يؤذين. കർണാടകയിലുള്ള ഓരോ മംഗമാരും, ഓരോ സഹോദരിമാരും, ഓരോ സഹോദരങ്ങളും കാതു കൊടുത്തുകൊണ്ട് കേൾക്കേണ്ട ആയത്താണ്, ആയത്താണ്. ഖുർആനിന്റെ കൽപ്പനയാണ്, കൽപ്പനയാണ്. അത് കേവലം വിദ്യാഭ്യാസം നുകരുന്നതായ മദ്രസയിലെ വിദ്യാർത്ഥിനികൾക്ക് മാത്രമുള്ളതല്ല, സ്കൂളിലേക്ക് പോകുന്ന ടീച്ചർമാർക്ക് മാത്രമുള്ളതല്ല. വീട്ടിൽ കഴിയുന്ന മംഗമാരെ, നിങ്ങൾ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ വസ്ത്രവിധാനം ഏത് രീതിയിലാകണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, തങ്ങളുടെ മംഗമാരോട്, തങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണേ. വബനാ
ബനാതിക് നബിയേ തങ്ങളുടെ മക്കളോട് പെൺമക്കളോട് തങ്ങൾ ഉപദേശിക്കണേ വനിസാഇൽ മുഅ്മിനീൻ ലോകത്തുള്ളതാകുന്ന സർവമംഗമാരോടും കാസർഗോഡുള്ള കേരളക്കരയിലെ നിവാസികളോട് മാത്രമല്ല കേവലം മംഗലാപുരത്തുള്ളതാകുന്ന മാണ്ഡിയിലെ സഹോദരിമാരോട് മാത്രമല്ല കർണാടകയിലുള്ള സഹോദരിമാരോട് മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണുകളിൽ വിശ്വാസിനികളുണ്ടോ സഹോദരിമാരുണ്ടോ ഖുർആനിന്റെ കൽപ്പന ശിരസാവഹിക്കൽ നിർബന്ധമാണ് നബിയേ നബിയേ അവരോട് പറയണേ വനിസാഇൽ മുഅ്മിനീൻ മുസ്ലിം സഹോദരിമാരോട് തങ്ങൾ പറഞ്ഞു കൊടുക്കണേ റസൂലേ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന അവർ മുഖം മറച്ചാൽ മാത്രം പോരാ അവർ തല മറച്ചാൽ മാത്രം പോരാ അവരുടെ മുഖം കൂടി അന്യ പുരുഷന്മാരെ തൊട്ട് മറക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ അന്യ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുള്ളതാകുന്ന ഔറത്ത് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് മുഖം കൂടി മറക്കലാണ് അങ്ങനെയാണ് ഔറത്ത് തലമറയ്ക്കുന്നതാണ് ഇപ്പൊ എന്ത് വിവാദം ഇവിടെ ഞാൻ പറയുന്നത് ഏതാ അന്യ പുരുഷന്മാരെ തൊട്ട് ഒരു പെണ്ണ് എന്തുകൂടി മറക്കണം മുഖം കൂടി മറക്കണോ ആര് പറഞ്ഞു ഉസ്താദേ ഖുർആനായത്താ ജിൽബാബ് ധരിക്കുക മുഖമൊക്കനെയിടണം അന്യ പുരുഷന്മാരെ ഇവിടെ ഭർത്താവിന്റെ മുന്നിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സൈസുകളുണ്ട് അതല്ല ഈ പറയുന്നത് ഭർത്താവിന്റെ മുന്നിൽ വസ്ത്രം ഒന്നുമില്ലാതെ നിൽക്കാം അനുവദനീയം ഞാൻ വീണ്ടും പറയാൻ ജായിസ് അനുവദനീയം അല്ലാതെ അത് കഴിയുമ്പോൾ അത് പറഞ്ഞായിരുന്നു ഇടണ്ടാന്ന് അൽഹംദുലില്ലാഹ് ഭയങ്കര ചൂടെന്നും പറഞ്ഞ് നടക്കാൻ വസ്ത്രം ഇല്ലാതിരിക്കൽ അനുവദനീയം അങ്ങനെ ഒരു പെണ്ണ് നിന്നുകൊണ്ടെന്നല്ല ഭർത്താവിന്റെ മുന്നിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണ് മുഖം മുൻകൈ വിവാഹബന്ധം നിഷിദ്ധമായ മഹറമുകളാകുന്ന ആളുകൾക്ക് മുന്നിൽ ഒരു പെണ്ണിന്റേതാകുന്ന ഔറത്ത് ബാക്കിയുള്ളതൊക്കെ മറച്ചിരിക്കും ഞാൻ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞൊരു വിഷയം യൂട്യൂബിലുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം ഇപ്പൊ സമയമില്ലാത്തോണ്ടാ നമുക്കില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് സംവദിക്കാം റജബുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് റജബിന്റെ വിഷയം പറഞ്ഞത് അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ഒരു വിഷയമാണ് നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് യൂട്യൂബിലുണ്ട് എന്റെ പ്രസംഗം തന്നെ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞിട്ട് വസ്ത്രവിധാനത്തെ പറ്റി പറയുന്ന ഒരു പ്രസംഗമുണ്ട് നിങ്ങൾ അത് കേൾക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ കേട്ടാ കുറെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പെണ്ണ് എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീ അവൾ വസ്ത്രം ധരിക്കേണ്ടത് ഓരോരുത്തരുടെയും മുന്നിൽ പ്രത്യേകം പറയുന്നത് അന്യപുരുഷനാണോ ശരീരം മുഴുവനും മറച്ചിരിക്കണം അതാ ദീൻ അന്യപുരുഷന്റെ മുന്നിൽ പ്രായപൂർത്തി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവനും മറച്ചിരിക്കണം ചെറിയ കുട്ടികളല്ല ശരീരം മുഴുവനും മറച്ചിരിക്കണം അതാണ് ദീനിന്റെ നിയമമാണ് പറഞ്ഞത് ചെയ്യുന്നുണ്ടോ മുസ്ലിയാരെ നമ്മൾ അന്വേഷിക്കുകയല്ല നമുക്ക് അതിന്റെ പുറകെ നോക്കുന്നതായിരിക്കും ചെയ്തില്ല അവർക്ക് അതിൻ്റെതായ കുറ്റം ഉണ്ടാവും ചെയ്താൽ അതിൻ്റെതായ ഗുണവും ഉണ്ടാവും അല്ലാഹു തൗഫീഖ് നൽകട്ടെ സ്കൂൾ വരെ എത്തി എന്നിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മീഡിയ കാണിക്കാൻ വേണ്ടി പർദ്ദ വലിച്ചൂരി മാറ്റിയിട്ട് തലയിലെ തുണി മാറ്റിയിട്ടിട്ട് മീഡിയക്കാരുടെ മുന്നിൽ 2 ടാറ്റായി കൊടുത്ത് കയറി പോകുന്ന സൈസ് ഉണ്ടാവും വലിയ നമുക്കത് വിഷയം അതിനെക്കുറിച്ചല്ല ഈ ചർച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ തലയിലിട്ടിരിക്കുന്നതാകുന്ന ഹിജാബിന്റെ വിഷയമാണ് ഇവിടെ ചർച്ച സിഖുകാരനാകുന്ന ഒരു വ്യക്തി തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് അയാൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നടത്താൻ ഇവിടെ പ്രശ്നമല്ല കന്യാസ്ത്രീകൾക്ക് അവരുടെ ശിരോവസ്ത്രം അഴിക്കാതെ തന്നെ വിദ്യാഭ്യാസം നടത്താൻ മൗലിക അവകാശമാണ് എന്നാൽ ഒരു മുസ്ലിം സഹോദരി അവരുടെ ശിരോവസ്ത്രമാകുന്ന തലയിലിട്ടിരിക്കുന്നതാകുന്ന ആ ഒരു വസ്ത്രം അവൾ ഇട്ടതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ. എന്തുകൊണ്ട് അത് മൗലികമാകുന്ന അവകാശങ്ങളെ ഹനിക്കുകയാണ്. മുസ്ലിം എന്നതിന്റെ പേരിൽ അവനെ തേജോവധം ചെയ്യുന്നു. മുസ്ലിമിന്റെ പേരിൽ നാർക്കോട്ടിക് ജിഹാദ്
ജിഹാദ്, മുസ്ലിമിന്റെ പേരിൽ ഹലാൽ ജിഹാദ്, മുസ്ലിമിന്റെ പേരിൽ വസ്ത്രത്തിന്റെ ജിഹാദ്. ഒരു മുസ്ലിം സഹോദരി തലയിൽ തട്ടമിട്ടാൽ അത് വലിയ ചർച്ച. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരന്യ പുരുഷന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാമിന്റെതാകുന്ന ആദർശം എന്ന് പറയുന്നത് തലമറയ്ക്കുക മാത്രമല്ല, മുഖം കൂടി മറയ്ക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഖുർആനാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സഹോദരിമാരോട് തങ്ങൾ ഇങ്ങനെ പറയണം. എന്തിനാണ്? രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ മുഖം മറച്ച് നടന്നാൽ അവളെപ്പറ്റി രണ്ട് കാര്യങ്ങൾ ലോകത്ത് മനസ്സിലാക്കപ്പെടും. ഏതാണത്? സാധാരണ രീതി ഈ പറയുന്ന ടീമുകൾ വരെ മുഖം മറയ്ക്കണ്ടെന്ന് പറയുന്നവരെ മുഖം മറയ്ക്കും. എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? പീഡന കേസിൽ പിടിക്കണം. അപ്പോ ഉണ്ട മുഖമൊക്കെ മറച്ച് ഭയങ്കരമായിട്ട് പർദ്ദ ഇട്ടുകൊണ്ട് നടക്കുക. കാര്യമായിട്ട് പർദ്ദ ഊരുന്നില്ല. കേസ് തീരുന്നിടം വരെ 5 കൊല്ലം കഴിഞ്ഞാലും പർദ്ദ ഊരി ഹാജിയാരെ എന്ന് പറഞ്ഞാൽ ഊരുന്നില്ല. ഇട്ടുകൊണ്ട് തന്നെ മുഖവും മറച്ചുകൊണ്ട് നടക്കുക. എവിടെ എത്തിപ്പോയി സമൂഹം? മുഖം മറയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മുഖം മറയ്ക്കുന്നവരെ കളിയാക്കി നടന്നവരുടെ മുഖം മറച്ചല്ലേ ഇപ്പൊ നടക്കുന്നത്. മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ എല്ലാരും. കണ്ണു മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോലത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك أدنى أن يعرفن فلا يؤذين. പരിശുദ്ധമായ ഖുർആൻ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ذلك أدنى أن يعرفن. നിങ്ങൾ പതിവ്രതകളാണെന്നുള്ളത് തിരിച്ചറിവുണ്ടാവുക നിങ്ങളുടെ വസ്ത്രവിധാനത്തിലൂടെയാണ്. പതിവ്രതയാണ് എന്നുള്ള തിരിച്ചറിവ് അഥവാ സംശുദ്ധതയുള്ള, തഖ്വയുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ളതാകുന്ന പെണ്ണാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക മുഖം മറച്ചു നടക്കുന്ന പെണ്ണിനെ കുറിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ അന്ന് മുതലേ മുഖം മറച്ചു നടക്കാൻ, ശരീരത്തിന്റെ ഔറത്ത് കാണിക്കാതെ പരിപൂർണമായി മുഖം മറച്ചു നടക്കുന്ന ഒരു പെണ്ണ്, അവൾ ആരാണ്? പതിവ്രതയുള്ളവളാണ്. നേരത്തെ പറഞ്ഞ പോലെ കേസി കുടുംബം മുഖം മറച്ചടക്കുന്നവളെ കുറിച്ചല്ല. പതിവ്രതയുള്ളതാണ്, നല്ല പെണ്ണാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒന്നത്. രണ്ട്, ഖുർആൻ പറയാൻ അവളെ ശല്യം ചെയ്യാൻ, അവളെ പ്രയാസപ്പെടുത്താതിരിക്കാനുമാണ്. ഒരാളും അവൾക്കെതിരെ ഒളിഞ്ഞുള്ളതാകുന്ന അമ്പെയ്ത്തുണ്ടാവൂല. പരിപൂർണമായി നഗ്നത മറച്ച് അന്യപുരുഷനിൽ നിന്ന് മുഖം കൂടി മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ അതിന്റെ സൗന്ദര്യം ആരും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ശൂശു വിളിക്കാൻ ആരെങ്കിലും വരുമോ? ഒരുത്തരും വരൂല. ഇത് ഇടയ്ക്കിടയ്ക്ക് ആമ്പിള്ളാരെ കാണുമ്പോൾ അതൊക്കെ നോക്കുന്ന പെണ്ണുങ്ങളെയാണ് ഇവർക്ക് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്ന എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ പുറകോട്ട് പോകുന്നത്. ജനിച്ച പ്രായപൂർത്തി എത്തിയ തലം മുതലേ മുഖം മറച്ചടക്കുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആരെങ്കിലും കണ്ടിട്ടില്ല. അപ്പൊ അവളെ ശല്യം ചെയ്യൂല. അവളെ ശല്യം ചെയ്യപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആനിന്റെ നിയമമാണ്. ഈ നിയമമാണ് ലോകത്തെ ഏറ്റവും പ്രസക്തം. എന്താ പ്രസക്തം അല്ലേ? എല്ലാം കാണിച്ചു നടക്കണമെന്ന് പറയുന്ന ആളുകൾ 3 വയസ്സുള്ളതാകുന്ന കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി ബലാത്കാരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലപ്പെടുത്തുന്നതാകുന്ന സമൂഹമല്ലേ നമ്മുടെ നാട്? 3 വയസ്സേ ഉള്ളൂ. അവളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്കാരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നതാകുന്ന ആളുകളില്ലേ ഇവിടെ? കോളേജിൽ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികളെ ആരോരുമില്ലാത്ത ബസ്സിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ലഹരി പിടിച്ചതാകുന്ന യുവാക്കൾ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞതാകുന്ന സമൂഹമല്ലേ ഇവിടെ? എത്രയെത്ര കേസുകളുണ്ട് ഇവിടെ, എത്രയെത്ര കേസുകൾ. കേരളക്കരയിൽ ഭീകരമാകുന്ന ഒരു സംഭവം കോട്ടക്കൽ എന്ന് പറയുന്ന ദേശത്ത് നടന്നൊരു സംഭവം നിങ്ങൾക്കറിയാം. ലഹരി അടിമപ്പെട്ടതാകുന്ന സഹോദരൻ 21 വയസ്സുള്ളതാകുന്ന ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അവളെ പിടിച്ച് 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചു പൊക്കിയെടുത്തെറിഞ്ഞ് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോ കുതിരമാടി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അഭയം പ്രാപിച്ച പെണ്ണ് പോലീസുകാർ വന്നുകൊണ്ട് അധികാരികൾ വന്നുകൊണ്ട് അവന്റെ രൂപവും ഭാവവും കൊല്ലാൻ പറഞ്ഞു കൊടുത്തു. ഒരു പൊടിമീശക്കാരനാണ്, നല്ല ആരോഗ്യമുള്ളതാകുന്ന നല്ല
ഗുണ്ടുപോലെ ഇരിക്കുന്നതാകുന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് അവസാനം പ്രദേശത്തുള്ള CCTV ക്യാമറകൾ മുഴുവൻ പരീക്ഷിച്ച് ആളെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവന്ന് നോക്കുമ്പോ 15 വയസ്സിൽ താഴെയുള്ളവനാണ് 22 വയസ്സുള്ളതാകുന്ന കോളേജ് കുമാരിയാകുന്ന പെൺകുട്ടിയെ കടന്നുപിടിച്ചത്. അവൻ ലഹരിക്കടിമപ്പെട്ടവനായിരുന്നു എന്ന ചരിത്രം ഈ സമൂഹം മറന്നുപോകരുത്. ലഹരിക്കടിമപ്പെട്ടവനായിരുന്നു. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പോകുന്നത്? ആരാണ് ഇവിടെ ഉത്തരവാദികൾ? അപ്പൊ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമല്ലേ ഏറ്റവും പ്രസക്തം? ശരീരം മുഴുവനും മറച്ച് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരെ കാണാതെ ഓരോരുത്തരും അവരവന്റെ സ്വന്തം പരിപൂർണമായി വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് വിശുദ്ധമായ ദീനിന്റേതാകുന്ന ഈ ആദർശം പിൻവച്ചുന്നതിൽ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നുണ്ടോ? എന്താ പ്രശ്നം പറ്റിയത്? അവനവന്റെ സ്വന്തം ശരീരത്തില, വല്ലവന്റെ ശരീരത്തിലല്ല ഈ വസ്ത്രം പറയുന്നത്. അവനവൻ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിലൊക്കെ പരിപൂർണമായി സ്വാതന്ത്ര്യം കൊടുത്ത ഈ വിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യത്ത് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുന്നതാകുന്ന പെൺകുട്ടികളുടെ പേരിൽ ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് അവരെ മുന്നിൽ പ്രേരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നടക്കുന്നു. അവിടെയാണ് സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ കാവൽ ഭടന്മാരായി അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ട് നിലകൊണ്ടതായ ബീവി മുസ്കാ ഖാൻ മറ്റുള്ള സഹോദരിമാരിൽ നിന്ന് വ്യതികരമാണ്. തക്ബീർ മുഴക്കി അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കിക്കൊണ്ട് ബീവി മുസ്കാ ഖാൻ എന്ന പെൺകുട്ടി മാഷാ അല്ലാഹ് മാതൃകയാണ്. ഓരോ പെൺകുട്ടികളും അവളുടെ ഈമാനിനെ അവൾ പളയം വെച്ചില്ല. നമ്മുടെയൊക്കെ സമൂഹം എവിടെ എത്തിപ്പോയി? എവിടെയാണ് നമുക്ക് ദീനുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളെ പിൻപറ്റുക, ഖുർആനിന്റെ കൽപ്പനകളെ. ഞാൻ തിരിച്ചു വരുന്നു. ഖുർആൻ എന്താണ്? ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് മുസ്ലിമേ മുഅ്മിനത്തേ നിനക്കുള്ള വഴികാട്ടിയാണ്, കാറ്റലോഗാണ്. ഈ ഖുർആനിനെ നീ പരിപൂർണമായി പിൻപറ്റണേ. ഈ ബറക്കത്തുള്ളതായ ഗ്രന്ഥത്തെ നീ പരിപൂർണമായി അനുധാവനം ചെയ്യണേ. കേവലം നിനക്കിഷ്ടമുള്ളത് മാത്രമെടുത്ത് ബാക്കിയുള്ളത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല. ഫത്തബിഊ, ആ ഖുർആനിനെ പരിപൂർണമായി അനുധാവനം ചെയ്യണേ. വത്തഖൂ, അല്ലാഹു എന്ന ജഗന്നിയന്താവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ നല്ലതുപോലെ എന്ത് ചെയ്യണം? ഓതണം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഖത്മ് തീർത്തവർ എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് കൈ ഉയർത്തണം, അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ കൈ ഉയർത്താൻ പറ്റൂല. കളവ് പറയാതെ ഒരു ഖത്മ് തീർത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തീർത്തവരുണ്ടെങ്കിൽ കൈ ഉയർത്തും. മാഷാ അല്ലാഹ്. 1 2 3 4 5 6 കളവ് പറഞ്ഞിട്ട് ഉയർത്തല്ലേ. ഇതൊന്നും അടച്ചോൻ കാത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ടിക്കറ്റ് തരുന്ന ആളൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ കളവിന് കൈ ഉയർത്തണ്ട. 4 വേറെ ആരാ ഉള്ളത്? 5 6 വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോ. ഞാൻ എന്തിനാ അത് പറഞ്ഞറിയോ? നമ്മൾ ഇത്രയും നേരം വാത് കേട്ടിട്ട് നമുക്കൊന്ന് എഫക്റ്റ് ആകാനാണ്, മനസ്സിലാകാനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആനുമായി ഒരു ബന്ധവുമില്ല. നമ്മൾ ഖുർആൻ എടുക്കും എപ്പോഴാണെന്നറിയോ? റമദാൻ 27-ന് ഒരു ജുസ് ഓതാൻ വേണ്ടി. ചിലപ്പോ അപ്പത്തന്നെ അപ്പുറത്ത് വല്ല ബിരിയാണി പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. അതാണ് കൂടുതൽ താല്പര്യം. അപ്പുറത്തുണ്ടോ ബറക്കത്ത് അതിനകത്താന്ന് മനസ്സിലാക്കി. ലൈലത്തുൽ ഖദ്ർ പൊതിയുന്നുണ്ട് അപ്പുറത്ത്. അത് കെട്ടി പോക്കറ്റിലാക്കിക്കൊണ്ട് ടാറ്റ ബൈ ബൈ. അടുത്ത 27 നമ്മുടെ അവസ്ഥ എവിടെ പോയി? കുതുബിയ്യത്ത് ഓതുന്നു. ഈ കഴിഞ്ഞതാകുന്ന കുതുബിയ്യത്ത്, മിനിഞ്ഞാന്ന് നടന്ന കുതുബിയ്യത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തവർ എത്ര പേരെന്ന് ചോദിച്ചാൽ നമുക്ക് കൈ ഉയർത്താൻ സാധിക്കുമോ? തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തെന്ന് ചോദിച്ചാൽ
സാറേ ചീരടി വാങ്ങാൻ സമയം. അതാണ് നമ്മുടെ അവസ്ഥ. തുടക്കം മുതലേ അവസാനം വരെ പങ്കെടുത്തത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറ്റും? ഉയർത്തണ്ട, ഉയർത്തിക്കുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് പിന്നെ എന്ത് ബറക്കത്ത്? നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറച്ചിലും ഇതിന്റെ പേരിൽ കൂടുതലില്ലാതെ ഇതൊന്നും ചൊല്ലലോ അമലോ ഒന്നുമില്ല. വെറുതെ നമ്മുടെ ജീവിതം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഖുർആൻ നല്ലതുപോലെ ഓതണം. ഖുർആൻ ഓതുന്നവരാകണം. അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലൈക ബിതഖ്വല്ലാഹി സിർറൻ വഅലാനിയ. അബൂദറേ അല്ലാഹുവിനെ രഹസ്യമായി പരസ്യമായും നീ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണേ. ഫൈനഹാ റഅസു അംരിക, കാര്യത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം അത് തന്നെയാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ രക്ഷപ്പെടും, ഉറപ്പാണ്. ഏറ്റവും വലിയ കാര്യമാണതെന്ന് അല്ലാഹുവിന്റെ റസൂൽ അബൂദർ അൽ-ഗിഫാരി തങ്ങളോട് പറഞ്ഞപ്പോ അബൂദർ അൽ-ഗിഫാരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് ഉപദേശം അല്പം കൂടി അധികരിപ്പിക്കൂ റസൂലേ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ, നോമ്പ് നോൽക്കുന്നവനാണ് ഞാൻ, സകാത്ത് കൊടുക്കുന്നവനാണ് ഞാൻ, ഹജ്ജ് ചെയ്തവനാണ് ഞാൻ, പാവങ്ങളുടെ കണ്ണീരപ്പൊന്നവനാണ് ഞാൻ, നിരാലംബർക്ക് അവലംബമാകുന്നവനാണ് ഞാൻ, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവനാണ് ഞാൻ, പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. സിദ്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അല്പം കൂടി അധികമായി വസിയത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ കലാം നീ ശരിക്ക് പാരായണം ചെയ്യണേ. നീ ഖുർആൻ ഓതണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫൈനഹാ നൂറുൻ ലക ഫിസ്സമാവാത് വനൂറുൻ ലക ഫിൽ അർളി വദുഖറുൻ ലക ഫിൽ ഖബരി വദുഖറുൻ ലക ഫിൽ ഹർശി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ പരിശുദ്ധമായ ഖുർആൻ ഓതണേ. കാരണം നിനക്ക് നാളെ ആഖിറത്തിൽ സമുന്നതമായ പ്രതിഫലമാണ്, സ്വർഗ്ഗത്തിൽ സമുന്നതമായ പ്രതിഫലമാണ്, നിന്റെ ഖബറിൽ വലിയ സൂക്ഷിപ്പാണ്. ആകാശഭൂമികൾ നിറയെ നിനക്ക് പ്രകാശം ജ്വലിക്കുമേ. നിനക്ക് വേണ്ടി 7 ആകാശങ്ങളും 7 ഭൂമികളും പ്രകാശമിട്ട് തരുമേ. അബൂദറേ, നീ ആ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണേ. ഖുർആൻ ഓതിയാൽ അതിലൂടെ നിനക്ക് എല്ലാ പ്രയാസങ്ങളും നീങ്ങുകയാ. 7 ആകാശം നിറയെ നിനക്ക് പ്രകാശമാണ്. 7 ഭൂമികൾ നിറയെ നിനക്ക് പ്രകാശമാണ്. തീർന്നില്ല. നീ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിനക്ക് പ്രകാശമാണ്, അവിടെ നിനക്ക് സൂക്ഷിപ്പ് സ്വത്താണ്. നീ മഹ്ശറയിലെത്തിയാലും അവിടെ നിനക്ക് ശഫീആണ്, നിനക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, ഇതിനേക്കാൾ വലിയ നേട്ടം വേണോ മുഅ്മിനേ? ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ കാറ്റലോഗാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്, റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ വശഅബാൻ അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ വറമളാൻ തിലാവത്തിൽ ഖുർആൻ.
പരിശുദ്ധമായ റജബ് അല്ലാഹുവിന്റെ മാസമാണ് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് നിലകൊണ്ടേണ്ട മാസമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങേണ്ട സമയമാണ് സന്ദർഭമാണ് അല്ലാഹുവേ കള്ളു കുടിച്ചു പോയിട്ടുണ്ട് അല്ലാ ലഹരി നുണഞ്ഞു പോയിട്ടുണ്ട് അല്ലാ സിനിമ കണ്ടുപോയിട്ടുണ്ട് അല്ലാ സീരിയൽ ദർശിച്ചു പോയിട്ടുണ്ട് അല്ലാ മോശപ്പെട്ട വസ്ത്രവിധാനത്തിലൂടെ എന്റെ ജീവിതം ഞാൻ നീക്കിയിട്ടുണ്ട് അല്ലാ എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുന്ന വസ്ത്രവിധാനം ഞാൻ നടത്തിയിട്ടുണ്ട് അല്ലാ എന്റെ ശരീരത്തിന്റെ വയറിന്റെ ഭാഗം എന്റെ പൊക്കിൾ കുഴികൾ എന്റെ മാറിന്റെ ഭാഗം എന്റെ വയറിന്റെ ഭാഗം എന്റെ പിന്നാമ്പുറങ്ങൾ എന്റെ ശരീരത്തിൻ്റെതാകുന്ന ആകാര സൗഷ്ഠവങ്ങൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുന്ന വിധത്തിലുള്ളതായ മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തിയവളാണ് അല്ലാ അന്യരാകുന്ന പരപുരുഷന്മാരുമായി പാതിരാത്രി സമയങ്ങളിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിലകൊണ്ടവളാണ് അല്ലാ അന്യ പരസ്ത്രീകളുമായി ഫോൺ വിളിച്ചുകൊണ്ടും ചാറ്റിംഗ് നടത്തിക്കൊണ്ടും നിലകൊണ്ടവനാണ് റബ്ബേ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ് അല്ലാ തന്റെ കൂട്ടുകാരികളും ഒന്നിച്ച് മോശപ്പെട്ട തലത്തിലേക്ക് പോയവനാണ് അല്ലാ ഫെബ്രുവരി 14-ാകുന്ന ദിനം വാരന്റെ ദിനമായി പ്രണയത്തിന്റെ ദിനമായി കണ്ട് തന്റെ കാമുകനുമായി രഹസ്യമായി മോശപ്പെട്ട പാർക്കുകളിൽ പോയിരുന്നുകൊണ്ട് ചുംബനം നടത്തിക്കൊണ്ടും കിസ് ചെയ്തുകൊണ്ടും പരിപൂർണമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവളാണ് റബ്ബേ പ്രണയം കൈമാറിയ ദിനമാണ് അല്ലാ ഒരുപാട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സംസാരങ്ങൾ വാട്സാപ്പിലൂടെ നടത്തിയവരാണ് റബ്ബേ മെസ്സഞ്ചറിലൂടെ ചെയ്തവരാണ് അല്ലാ ഒരുപാട് മോശപ്പെട്ടതാകുന്ന ഫോട്ടോകൾ ടെലഗ്രാം വഴി കൈമാറിയവരാണ് റബ്ബേ ടെലഗ്രാം വഴി ഒരുപാട് സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടു തീർത്തവരാണ് അല്ലാ കൈകൊണ്ട് ഹറാം പിടിച്ചിട്ടുണ്ട് റബ്ബേ കാലുകൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട് അല്ലാ കാതുകൊണ്ട് ഹറാം കേട്ടുകൊണ്ട് കടന്നുപോയി റബ്ബേ മോശപ്പെട്ട തലത്തിലേക്ക് എന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ഞാൻ കൊണ്ടുപോയവനാണ് അല്ലാ എന്റെ ഈ കൈ കൊണ്ട് വാപ്പയെ ഞാൻ ഉപദ്രവിച്ചവനാണ് എന്റെ കാലുകൊണ്ട് എന്റെ ഉമ്മയെ ചവിട്ടിയവനാണ് എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് എന്റെ ഭാര്യയെ മർദ്ദിച്ചവനാണ് റബ്ബേ എന്റെ മക്കളെ ഉപദ്രവിച്ചവനാണ് അല്ലാ കള്ളു കുടിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ വന്ന് പ്രിയപ്പെട്ട മക്കളുടെ കല്ലുകൾ പിടിച്ചുകൊണ്ട് അവരെ നിലത്തടിച്ചുകൊണ്ട് ഉപദ്രവിച്ചവനാണ് അല്ലാ ബോംബ് കൈവശം വെച്ചവനാണ് റബ്ബേ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുപോയവനാണ് അല്ലാ നീ പുറത്തു നൽകണേ അല്ലാ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കൂടേണ്ട മാസമാണ് റജബുൻ ശഹറുല്ലാഹ് പരിശുദ്ധമായ റജബ് മാസമെന്ന് നബിയുനാ റസൂലുള്ളാഹി വശബാനു അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ ഇതാ ശഅബാൻ മാസം വരുകയാണ് ഹബീബായ നബി തങ്ങളുടെ മാസമാണ് ശഅബാൻ മാസം ആ മാസത്തിലല്ലേ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടത് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം തീർന്നില്ല വറമളാൻ തിലാവത്തുൽ ഖുർആൻ പരിശുദ്ധമായ റമളാൻ മാസം ഉമ്മത്തിന്റെ മാസമായ റമളാൻ ഖുർആൻ അവതീർണ മാസമായ റമളാൻ കാരുണ്യം വർഷിക്കപ്പെടുന്ന മാസമായ റമളാൻ മലക്കുകൾ കാരുണ്യം ചൊരിയുന്നതായ റമളാൻ മഗ്ഫിറത്തിന്റെ രാവുകളെ സമ്മാനിക്കുന്ന റമളാൻ ഇത്കും മിനന്നാർ സമ്മാനിക്കുന്ന റമളാൻ പവിത്രമാക്കപ്പെട്ട റമളാൻ 1000 മാസങ്ങളെക്കാൾ ഇബാദത്തെടുത്താൽ ശ്രേഷ്ഠതയുള്ള രാവ് കൊണ്ട് അനുഗ്രഹീത പൂർണ്ണമായ റമളാൻ ആ പവിത്രമാക്കപ്പെട്ട റമളാനാകുന്ന ഉമ്മത്തിന്റെ മാസമാകുന്ന റമളാൻ ആ മാസത്തിൽ പവിത്രമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളണേ ഖുർആൻ അധികമായി ഓതണേ എന്തിനാണ് ബറക്കത്തുള്ള ഗ്രന്ഥം ഓതിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ ഉസ്താദേ എനിക്ക് വീടില്ല ഉസ്താദേ എനിക്ക് വാഹനമില്ല ഉസ്താദേ എന്റെ കടങ്ങൾ പൂർത്തിയാകുന്നില്ല എല്ലാത്തിനുമുള്ള മരുന്നാണ് ഖുർആനാണ്
ഖുർആനാണ്. ആ ഖുർആനൊന്ന് എടുക്കണേ ചെറുപ്പക്കാരാ, ആ ഖുർആനൊന്ന് തൊടണേ പെങ്ങളെ. ഓരോരുത്തർക്കും ഓരോ ഖുർആൻ ഉണ്ടാവട്ടെ. ആ ഖുർആൻ ഫാത്തിഹ മുതൽ ഓതണേ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അത് ഖുർആൻ ഓതലല്ലേ, ഖുർആൻ ഓതലല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഖത്മ തീർക്കൻ അല്ലാഹു തൗഫീഖ്. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. പെൺകുട്ടികളെ ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ കാര്യക്ഷമമായി സഹകരിക്കണം. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. നമ്മുടെ ഈ മദ്രസ മുന്നിൽ കാണുന്ന മദ്രസയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലേക്ക് ആദ്യമായിട്ട് ആരാ ഇൻഷാ അല്ലാഹ് ഒരു 5000 രൂപ നല്ല നിയ്യത്ത് വെച്ച് പറയാൻ സാധിക്കും. ആരെ നിർബന്ധിക്കുന്നില്ല, നല്ല നിയ്യത്ത് വെച്ച് സദാ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൈ ഉയർത്തുന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു മടിയും വിചാരിക്കാതെ അല്ലാഹു തനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഞാനിതാ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി കൈ ഉയർത്തുന്നതാരാ ഉള്ളത്? നല്ല നിയ്യത്ത്. മാഷാ അല്ലാഹ്. ഖുലൂ തക്ബീർ. പേര് പറഞ്ഞു. അതാണോ കൈ ഉയർത്തി? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോ എന്നെയാണോ എന്ന് സംശയിച്ചത്? ഒന്നുമില്ല. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. നല്ല പേരാണ്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഉറക്കെ പറയുന്നു ആമീൻ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇതാണോ സ്വലാത്ത് എല്ലാം തന്നെ മടി. ഇതാ അവസ്ഥ. പാട്ട് പാടാൻ പറഞ്ഞ ഊവാണ്ടമ്മ ഒച്ചത്തി കടന്നു. അതൊക്കെ നല്ല കാണാൻ പാടാണ്. അതൊക്കെ പാടാൻ പറഞ്ഞ അതേപോലെ കടന്നു പാടും. അങ്ങനെ ഒരു പാട്ടുണ്ട്. മൊബൈലിൽ കിടപ്പില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒരു സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. സിദ്ദീഖ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കാൻ ഈ സദഖ നിദാനമാക്കണേ അല്ലാഹ്. പാവപ്പെട്ടതാകുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയ സദഖയാണ്. നീ സ്വീകരിക്കണേ റബ്ബേ. നാളെ ആഖിറത്തിൽ സമുന്നതമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടെ രണ്ട് കൈ ഉയർത്തിയല്ലോ. അജേറ പേര് കൈ ഉയർത്തിയതായിരുന്നു അവിടെ. അബ്ദുറഹ്മാൻ. നല്ല പേര്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ പെട്ടതാണ് എന്ത്? ഏതൊക്കെയാ? ഒന്ന് അബ്ദുള്ള, മറ്റൊന്ന് അബ്ദുറഹ്മാൻ. അബ്ദുള്ള എന്ന് പേരുള്ള നമുക്ക് രാജ്യരുണ്ടായിരുന്നില്ല ഇവിടെ. ഇത് ഭക്ഷണം തന്ന ആള് അന്നവിടെ അത് ഉറങ്ങുവാണ്. പോയി കിടന്നു. ഫുഡൊക്കെ തന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി. നാളത്തെ ഉസ്താദിന് ഫുഡ് കൊടുക്കുക. അബ്ദുള്ള എന്നല്ലേ ശരിയല്ലേ? ജുബൈർ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. രണ്ട് നാമങ്ങൾ അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നാമങ്ങൾ അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നർത്ഥം വരുന്ന ഈ രണ്ട് നാമങ്ങളാണ് അബ്ദുള്ള, അബ്ദുറഹ്മാൻ. മറ്റു നാമങ്ങളൊന്നും ഇഷ്ടമില്ല എന്നല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം
അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു അബ്ദുറഹ്മാൻ എന്ന സഹോദരന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം പറഞ്ഞ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. 5000 സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മരണം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരെ തൊട്ട് നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ഇനി അടുത്തത് നല്ല നിയ്യത്തിൽ പറയും. നല്ല നിയ്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ പിശാച് പറയുന്നുണ്ടാകും കൊടുക്കണ്ടടാ കൊടുക്കണ്ട. എന്നാൽ അതേ സമയത്ത് മലക്ക് പറയുന്നുണ്ട് കൊടുത്തോ, ദീനിന് വേണ്ടിയാ. ആ മലക്കിന്റെ ഖുവ്വത്ത് വെച്ച് എഴുന്നേൽക്ക്. അല്ലാഹു ബറക്കത്ത്. റസിയ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ പരിപൂർണമായ കാവൽ കൊടുക്കണേ അല്ലാഹ്. മാരകമാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് നീ ശമനം കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അത്തരത്തിലുള്ള രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല റഹ്മാനേ. കൊറോണയും ഒമിക്രോൺ അടക്കമുള്ള സർവ്വവിധ വ്യാധികളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും നീ കാവലാക്കണേ അല്ലാഹ്. ഈ സദഖ നൽകുന്ന സർവ്വർക്കും പരിപൂർണമായ സംരക്ഷണം പ്രത്യേകം നീ നസീബാക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് അടുത്ത ആള് നല്ല നിയ്യത്തിൽ. സംഘാടകരൊന്നും എഴുതി ഒന്ന് ഇറങ്ങി നടന്നോളി. ഒന്ന് നടന്ന് സ്ത്രീകളുടെ ഭാഗത്തും പോണം. രണ്ടുപേര് സ്ത്രീകളുടെ ഭാഗത്തും അവിടുന്ന് ഇൻഷാ അല്ലാഹ് വേഗം സ്വർണത്തിന്റെ മോതിരമൊക്കെ കൊടുക്കുന്നവർ വേഗം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നിയ്യത്തിൽ കൊടുക്കിൻ. മദ്രസയ്ക്ക് വേണ്ടിയാണ്. ഖബറിൽ പോയി കിടക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്നതാകുന്ന സദഖയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ സദഖകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരാ ഉള്ളത്? ഇനി ഇവിടെ 5000 വെച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടല്ലോ ഇവിടെ. നല്ല നിയ്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒരു ഹദീസ് കേട്ടോ ഇവിടെ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൈ ഉയർത്താൻ തോന്നും. ദാ കേട്ടോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഉഖിദന്നാറു അൽഫസന ഹത്ത ഹമറത്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് 1000 വർഷം നിരന്തരമായി കത്തിച്ചിട്ടാണ്. 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കാൻ ഓർഡർ കൊടുത്തുവത്രേ. ഹത്ത ഹമറത്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തു. നല്ല ചുവപ്പ് നിറമായി. നമ്മളൊരു കല്യാണം വരികയാണെങ്കിൽ എത്ര ദിവസം അടുപ്പ് കത്തിക്കും? എത്ര ദിവസം തീ കത്തിക്കലുണ്ടാവും? ഒരു രാത്രി കത്തിച്ച പിറ്റേ ദിവസം കണ്ട പരിപാടി എല്ലാം കഴിയും. 2 ദിവസം 3 ദിവസം കല്യാണം. എന്നാൽ തന്നെ എത്ര നേരം? അത് 2-3 അടുപ്പിൽ 5-6 വിറക് വെക്കുക. ഇതങ്ങനെയല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ ولو جمع حطب الدنيا كلها لكان الجزء الواحد من أجزاء جهنم. കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൻ്റെതാകുന്ന വിറകുണ്ടാരത്തിലേക്ക് നീ എന്ന് ചേർത്ത് നോക്കണേ. നീ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ. ലോകത്തുള്ളതാകുന്ന സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ച് മരക്കഷങ്ങളാക്കി. കർണാടകയിലുള്ളതാകുന്ന ഈ കേവലം 1 ഏക്കറിൽ നിൽക്കുന്ന വൃക്ഷലതാദികൾ മാത്രമല്ല, കർണാടക സംസ്ഥാനത്തിലെ വൃക്ഷലതാദികളല്ല
ചേർന്ന് കിടക്കുന്നതാകുന്ന ആന്ധ്രാപ്രദേശിലെയും കേരളത്തിലെയും മധ്യപ്രദേശിലെയും മറ്റുള്ളതാകുന്ന സംസ്ഥാനങ്ങളിലെ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ച് ഉൾക്കാടുകളിലും വനപ്രദേശങ്ങളിലും ഉള്ളതാകുന്ന എല്ലാ വൃക്ഷലതാദികളും സസ്യലതാദികളും മുറിച്ചിട്ട് അതെല്ലാം കൂടി വലിയൊരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഒരുമിച്ചിട്ടുകൊണ്ട് മുഴുവനും ഇട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, കത്തിച്ചലിക്കുന്നതാകുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് കേവലം ചെറുതാണ് സാബ, അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണ്. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊന്നുമായിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലോകത്തുള്ള സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ചിട്ടിട്ട് അത് മുഴുവൻ ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതെന്താ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം, അതൊരംശം പോലും ആയിട്ടില്ല നരകത്തിലേക്ക്. അപ്പൊ എന്താ നരകം? എന്താ നരകം? നമ്മൾ മനസ്സിലാക്കുന്നില്ല, രണ്ട് വിറകുള്ളിട്ട് കത്തിക്കല്ല. ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ, അങ്ങനെ ഇട്ട് കത്തിക്കാണ് നരകത്തെ. എത്ര നാള് കത്തിച്ചു? കത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. എത്ര നാള് കത്തിച്ചു അഷ്റഫേ? 1000 വർഷം കത്തിച്ചു, നിരന്തരമായി കത്തിച്ചു. അപ്പോൾ അതിന്റെ നിറം എന്തായി? ചുവപ്പ് നിറമായി. ഹദീസാണ് ഈ സോദിയ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നിർത്തിയില്ല അല്ലാഹു. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുമ്മ ഖൈദൽ ഫസനാ, സ്വഹാബ 1000 കൊല്ലം കത്തിച്ചിട്ട് നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തിട്ടും അല്ലാഹു കത്തിക്കല് നിർത്തുന്നില്ല. വീണ്ടും നരകത്തോട് അല്ലാഹു പറയുകയാണ് കത്താൻ വേണ്ടി. നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി. സുബ്ഹാനല്ലാഹ്, 2000 കൊല്ലം നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിച്ചു അത്രേ. ഹത്ത ബിയല്ലത്ത്, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സ്വഹാബ. ചുവപ്പ് മാറിയതിന്റെ ചൂട് വല്ലാതെ വെളുപ്പായി എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല സുമ്മ ഊഖിദൽ ഫസനാ, തീർന്നില്ല സാബ. 1000 കൊല്ലം കത്തിച്ചതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തു. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു. 2000 വർഷമായപ്പോൾ അത് വെളുത്തു തുടുത്തു. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. 3000 കൊല്ലം, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, 3000 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ഇട്ട് കത്തിക്കുകയാണ്. ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ആ നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണെന്ന് പഠിപ്പിച്ച പ്രവാചകർ പറയുകയാണ്. അത് വല്ലാതെ കറുത്തുപോയി. സ്വഹാബാ വഹിയ സൗദാ ഉളലിമാ, ഇരുൾ മുറ്റിയതാകുന്ന നരകമാണ് സാബ. ആര് കണ്ടാലും പേടിക്കുന്നതാണ് നരകം സാബ. ആര് കണ്ടാലും ഭയപ്പെടുന്ന കോലമാണ് നരകത്തിലുള്ളത് സാബ. ഇരുൾ മുറ്റിയതാകുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മലക്കുകൾ മുഖേന കത്തിച്ചലിക്കുന്നതാകുന്ന ഈ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. തർമീ ബിശറരി കൽ ഖസർ കഅന്നഹു ജിമാരതു സുഫർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അതിന്റെ രംഗം വിശദീകരിക്കുകയാണ്. വല്ലാത്തൊരു ഭീകരമാകുന്ന കൊട്ടാര സമാനമായ തീക്കനുകളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നരകത്തെ മഹ്ശറിലേക്ക് തെളിക്കപ്പെടുമ്പോഴുള്ള രംഗമാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ കൈകാലുകൾ ചങ്ങലകൾ ബന്ധിച്ചതായിട്ട് മലക്കുകൾ മുഖേന കൊണ്ടുവരപ്പെടുകയാണ്. അവർ ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവരാണ്. അവരെ അതാ നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ടതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം ആളുകളെ കത്തിച്ചരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകത്തിലേക്ക് സവാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുമ്പോ ഫയസ്മഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുതാബ് ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുതാബ്. അവരുടെ മക്കളതാ മദ്രസയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതുന്ന ശബ്ദം ഫയസ്മഉല്ലാഹു തആല, കാരുണ്യത്തിന്റെ വക്താവായ അല്ലാഹു ആ മക്കളുടെ ഖുർആൻ ഓതൽ കേൾക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. കാരുണ്യവാനായ കരുണാനിധിയായ പടച്ചറപ്പിന്റെ നാമത്തിൽ പരിശുദ്ധമായ ഖുർആനങ്ങൾ ഓതുന്നു എന്ന് പറഞ്ഞ് അവരുടെ മദ്രസയിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമ്പോ ഫയർഫഉ അൻഹുൽ അദാബ 40 സന. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറാകുന്ന അൻവാറു തൻസീർ വ അസ്റാറു തഅവീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ എടുത്തുദ്ധരിച്ചതായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളുടെ ഖുർആൻ പാരായണ നിമിത്തമായി അവരുടെ അദാബ് 40 കൊല്ലത്തേക്ക് എടുത്തു മാറ്റുകയാണ്. 40 കൊല്ലത്തേക്ക് ഈ മാതാപിതാക്കളെ നരകത്തിലേക്ക് എറിയരുത്. എന്തുകൊണ്ടാണ് മക്കള് ഖുർആൻ ഓതുന്നത് കേട്ടില്ലേ മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ മക്കൾ വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടിയുള്ളതായ സ്ഥാപനത്തിന് വേണ്ടിയാണ് കൈനീട്ടുന്നത്. ഈ കൊടുക്കുന്ന ഒരാളെയും അല്ലാഹു നരകത്തിലൂടെ ഉറപ്പാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് പടച്ചറപ്പിനെ എന്നെ വലിച്ചെറിഞ്ഞ് എന്റെ ആഖിബത്ത് മോശമാക്കല്ലേ റബ്ബേ, എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ദീനിന് വേണ്ടി കൊടുക്കണേ അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഉള്ളത് നല്ല നിയ്യത്ത് വെച്ച് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം. ഈ മക്കളെ സഹായിച്ചത് കാരണമായി മദ്രസയിലെ സ്ഥാപനത്തിന് വേണ്ടി കെട്ടിടത്തിന് വേണ്ടി ഞാൻ കൊടുത്തതാകുന്ന 5000 കാരണമായി, അല്ലെങ്കിൽ ഞാൻ കൊടുത്തതാകുന്ന 10000 കാരണമായി, ഞാൻ കൊടുത്തതാകുന്ന 2000 രൂപ കാരണമായി എനിക്ക് നാളെ നരകത്തിൽ നിന്ന് മോചനം കിട്ടണം എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ആരാ ഉള്ളത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞു ഖമർ അല്ലേ? കമാൽ അല്ലെന്ന് മുപ്പറ പേരുന്ന അവിടെ കൈ ഉയർത്തിയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകകൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹുവേ അദ്ദേഹത്തെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള മജ്ലിസാണ്. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഫീഖ് എസ്കേപി മാഷാ അല്ലാഹ് ഓൺലൈനിലൂടെ 5000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സലാത്തു സുർലീഹൽ മുസ്തഫ വസിദ് ഇഖാമതം ബിഹി സുറത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാല സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഫീഖ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുവിപത്തുകളെ തൊട്ട് നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏതൊരു നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഓൺലൈനിലൂടെ ഈ മജ്‌ലിസിനെ 5000 രൂപ പറഞ്ഞത്, ആ നിയ്യത്തുകളെല്ലാം തന്നെ നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങളെ തുറസാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ജീവിത നിലവാരം നീ മെച്ചപ്പെടുത്തണേ അല്ലാഹ്. സുബൈറേക്ക് 5000 രൂപ മാഷാ അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹുവേ സുബൈർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ പ്രമുഖനായ സുബൈർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. സദഖ നിദാനമാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് സന്തോഷത്തിന്റെ നാടുകളാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്തെല്ലാം വിഷമങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടോ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇനിയുണ്ടല്ലോ നല്ല നിയ്യത്തിൽ ഒരാള് പുറകോട്ട് വലിക്കണ്ട. പിശാച് നിങ്ങളെ പുറകോട്ട് വലിക്കുമ്പോ മുന്നോട്ട് വന്ന് സ്ഥൈര്യസമേതം പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. ജഅഫർ എന്ന സഹോദരൻ അല്ലാഹു 5000 രൂപ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തോടാറിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ, ഹിഫ്ളിൽ പഠിക്കുന്ന മകനടക്കം മക്കളെ എല്ലാ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. 5000 രൂപ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും കുടുംബത്തെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് മക്കളെ കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അബൂബക്കർ അമീർ 3000 രൂപ മാഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് നിയ്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആ നിയ്യത്തെല്ലാം തന്നെ നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എത്രയാണ് ജുബൈർ പറഞ്ഞോ? 5000 രൂപ മാഷാ അല്ലാഹ്. നിസാർ അല്ല ജുബൈർ അവിടെ പോയി ഇരുന്നപ്പോഴാണ് കിട്ടിയെന്നോ. ജുബൈർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സ്ഥലത്തും പോയിരുന്നു കേട്ടോ. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. നിസാർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ഖൈർ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാഹ്. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ്. റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാഹ്. ദീനിനു വേണ്ടി സഹായിക്കുന്ന നല്ല മക്കളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരെന്തെല്ലാം സഹായങ്ങൾ ചോദിച്ചാലും നൽകുന്നവരാണ്. നീ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാഹ്. അബ്ദുൽ അസീസ് എംപി 1000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഉണ്ടല്ലോ ഈ മജ്‌ലിസിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ പേര് പറഞ്ഞോ?
അൻസാർ എത്രയാ? 5000 രൂപ. കണ്ട പറഞ്ഞില്ലേ, ജുബൈർ ഇരിക്കുന്നിടത്ത് നിന്നൊക്കെ കാശ്. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അൻസർ നൽകിയിരിക്കുന്ന സദഖയും 1000 രൂപ പറഞ്ഞിട്ടുള്ള സഹോദരനും നീ ഖൈർ ബറക്കാത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. നിയ്യത്തുകൾ മുഴുവനും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. കടങ്ങളുണ്ടെങ്കിൽ വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. ഏത് ലക്ഷ്യം വെച്ചിട്ടാണ് സദഖ നൽകിയിട്ടുള്ളത് ആ ഖൈറായ ലക്ഷ്യങ്ങൾ മുഴുവനും എത്രയും പെട്ടെന്ന് പൂവണിയിക്കണേ അല്ലാ. നീ ഉണ്ടല്ലോ നല്ല സദഖ നൽകുന്ന റാസി എത്രയാണ്? 3000 രൂപ. മാഷാ അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെല്ലാം മാറ്റി നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റാസിയുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് സദഖ നിദാനമാക്കണേ അല്ലാഹ്. മൂന്നടുക്ക് അബ്ദു മാഷാ അല്ലാഹ് 2000 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ വിഷമങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിലുണ്ടല്ലോ 2000 വെച്ച് കഴിയുന്നവർ ധാരാളം ഉണ്ട്. ഒന്ന് വേഗം ഒന്ന് കൈ ഉയർത്തിക്കേ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. നല്ല നിയ്യത്ത് മദ്രസയ്ക്ക് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ് കൊടുക്കുന്ന സദഖ ഒരിക്കലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഫലവത്താകാതിരിക്കൂല. ജീവിതത്തിൽ വലിയ ഗുണമാകുമെന്ന് മനസ്സിലാക്കി നല്ല നിയ്യത്തിൽ കൊടുക്കുക. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. മജീദ് എന്ന സഹോദരൻ 5000 രൂപ. ഖുലൂ തക്ബീർ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെല്ലാം മാറ്റി നൽകണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്തെ ഈ സദഖയിലൂടെ നീ ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീണ്ടല്ലോ ലൈവിലുള്ളവരൊക്കെ വേഗം അതുപോലെ സ്ത്രീകളുടെ ഭാഗത്ത് വേഗം എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് നൽകി അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റജബിലാണ്, ബറക്കത്ത് മുത്തിയ മാസത്തിൽ നല്ല ഒരു സദഖ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറി അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നസീബാക്കട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. രാവിലെ സുബഹി കഴിഞ്ഞിട്ടുള്ളതാകുന്ന റൂഹെ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കർണാടക നിവാസികളിൽപ്പെട്ട ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ ഈ മജ്‌ലിസിലുള്ളവർ ധാരാളം ആളുകൾ, അഷ്റഫ് ബാങ്ക് അടക്കമുള്ള ഒരുപാട് ആളുകൾ കൃത്യമായി ദിനേനെ സുബഹിക്ക് ശേഷം പങ്കെടുക്കുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ബറകാത്തുകൾ ചൊരിയുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ചു നൽകട്ടെ. ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ റൂഹെ ബയാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാത്ത ആളുകളുണ്ട് എങ്കിൽ ഞാനൊരു മൊബൈൽ നമ്പർ പറയും. മൊബൈൽ ഉള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് അതിലേക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൊടുത്താൽ മതി. കുമ്മനം ഉസ്താദെന്നോ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കുമെന്നോ അല്ലെങ്കിൽ റൂഹെ ബയാനെന്നോ എന്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാലും അവർ ആ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ആഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നൽകും. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ആ ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്പർ ഒന്ന് എഴുതിക്കൊള്ളില്ലേ? 9388666606. 2 66 ഉണ്ട്. ഒന്നുകൂടി 93